ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. എൻ്റെ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഹോൾ ഫാമിലിയുടെ. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കറികളൊന്നുമല്ല, ഞാൻ ഒരുപാട് ക്രിസ്മസ് റെസിപ്പീസ് ഒന്നും ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു മധുരമാണ്. മധുരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ആയിട്ട് എല്ലാവരുടെയും വീട്ടിൽ ബ്രെഡ് ഉണ്ടാവും, കേക്ക് ഉണ്ടാവും, പാലുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഉപയോഗിച്ചോ ബ്രെഡ് ഉപയോഗിച്ചോ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കാം. വളരെ എളുപ്പമാണ്, നല്ലൊരു ഡെസേർട്ടാണ്. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കമൻസ് ഒന്ന് എഴുതിയേക്കണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് കാണണ്ടേ? അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, തിളപ്പിക്കാത്ത പാലാണ്. അതുപോലെ തന്നെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് എടുക്കുമ്പോൾ വൈറ്റ് ബ്രെഡ് ആവാം, ബ്രൗൺ ബ്രെഡ് ആവാം, ഏതാണെങ്കിലും എടുക്കാം. തലേ ദിവസം ബ്രെഡ് എടുക്കാം കേട്ടോ. ഒരു ദിവസം പഴക്കമുള്ള ബ്രെഡ് എടുത്താലേ നമുക്കിത് പെർഫെക്റ്റ് ആവുള്ളൂ. ബ്രെഡിന് പകരം ടീ കേക്ക് ഉപയോഗിച്ച് നമുക്ക് ഈ സെയിം റെസിപ്പി ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈസിലി അവൈലബിൾ ബ്രെഡ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാലൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പഞ്ചസാര, അതുപോലെ തന്നെ ഏലക്കപ്പൊടി എന്നൊക്കെയാണ്. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഡ്രൈ നട്ട്സ് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നട്ട്സ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് പാല് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ പാല് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പാല് തിളച്ച് വന്നിട്ട് ഇപ്പോൾ 1 ലിറ്ററുള്ള പാല് ഒരു 1/4 ലിറ്ററായിട്ട് അല്ലെങ്കിൽ 1/2 ലിറ്ററിലും കുറച്ചുകൂടി കുറവായിട്ട് നമ്മൾ കുറുക്കിയെടുക്കണം. പാല് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെ എണ്ണവും അതുപോലെ തന്നെ പാലിൻ്റെ അളവും തീരുമാനിക്കുക. ഒരുപാട് കുറുകിയത് വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 ലിറ്റർ ആക്കിയാൽ മതി. പാല് തിളപ്പിച്ച് ഇല്ലെങ്കിൽ 1/4 ലിറ്റർ ആക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ പാൽപ്പായസമൊക്കെ കഴിക്കുമ്പോൾ നല്ല കുറുകിയ പാൽപ്പായസം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ? അതുപോലെ പാല് കുറുകുന്നത് എത്രയാണോ അത്രയും ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഇതിലേക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി ഏലക്കപ്പൊടി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറാണ് താല്പര്യമെങ്കിൽ നമ്മുടെ വാനില എസൻസ് വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാം, പൈനാപ്പിൾ എസൻസ് ചേർക്കാം, റോസ് എസൻസ് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ശരിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത് ഏലക്കപ്പൊടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് പാല് തിളപ്പിച്ചെടുക്കുക. പാലൊന്ന് തിളച്ച് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഇതിലേക്ക് ചേർക്കുന്ന കാര്യങ്ങൾ പറയാം. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, 1-2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ പാല് തിളയ്ക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാല് തിളയ്ക്കാറായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാല് കുറുകി കിട്ടാൻ എളുപ്പമാണ് പഞ്ചസാര ചേർത്ത് തിളപ്പിക്കുന്നത്. അതുപോലെ തന്നെ പാലിൻ്റെ കളറും ഒന്ന് മാറി കിട്ടണം നമുക്ക് ലൈറ്റായിട്ട്. ഞാനിപ്പോൾ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാനേ പറയുന്നുള്ളെങ്കിലും നിങ്ങൾക്ക് എത്ര മധുരം വേണമെങ്കിലും ചേർക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത്, ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഞാൻ ചേർത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റി ചേർക്കണം എന്നില്ല. ഒരു 1.5 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ആൽമണ്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇതെല്ലാം ചേർത്ത് തിളപ്പിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് നമ്മുടെ പാലിലേക്ക് ഇറങ്ങിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ചേർക്കുന്നത്. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒന്ന് ഫ്ലെയിം കുറയ്ക്കും. പാല് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഫ്ലെയിം കുറച്ചു. ഇനി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ പാല് കുറുകി വരുന്നതനുസരിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് സമയം ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. നമ്മൾ നീങ്ങി നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല. അടുപ്പിൽ വെച്ചിട്ട് വേറെ ജോലികൾ ചെയ്യാൻ പോകരുത്. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ച് നിൽക്കണം. അത് മാത്രമേ ഇതിലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഈസി വേ ആണ്. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ ഇനി പഞ്ചസാരയൊക്കെ മെൽറ്റായി പാലൊന്ന് കുറുകി വരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പാല് തിളയ്ക്കാറാവുമ്പോൾ മാത്രം നമ്മുടെ കാഷ്നട്ടും അതുപോലെ ആൽമണ്ട്സും പിന്നെ പിസ്തയാണെങ്കിൽ പിസ്തയും ഒക്കെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും പാല് തിളക്കാറാവുമ്പോൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിങ്ങനെ തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. കുറുകി വരുമ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ ഇതാ പാല് കുറുകി ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല, പാല് ഇളക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. കുറുകി വന്നതാണിത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഏലക്കപ്പൊടിയാണ്. ഏലക്കപ്പൊടി ലാസ്റ്റ് ചേർക്കുകയാണ് ഞാൻ. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. നിങ്ങൾക്ക് ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ അത്ര താല്പര്യമില്ലെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കാം. ഏലക്കപ്പൊടി ഇഷ്ടമാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. ഇനി മധുരമൊക്കെ ചെക്ക് ചെയ്യാം. നമുക്ക് മധുരം കുറവാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് ഒന്ന് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂട് മാറ്റിയെടുക്കാം. കംപ്ലീറ്റ് ചൂട് മാറിയതിന് ശേഷം വേണം നമ്മൾ ബ്രെഡ് ഡിപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ചൂട് മാറാൻ വയ്ക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ബ്രെഡ് ഒന്ന് നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക.
ഒരുപാട് കളർ മാറിപ്പോവാതെ ലൈറ്റായിട്ട് ബ്രെഡിനൊന്ന് ബലം കിട്ടുന്ന രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് മുന്നേ നമ്മൾ ഏത് ഷേപ്പിലുള്ള ബ്രെഡാണോ എടുക്കുന്നത്, ഏത് ഷേപ്പിൽ വേണം നമുക്ക് ബ്രെഡ് എന്നുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇതിവിടെ ഇരുന്ന് ചൂട് മാറട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെഡ് കട്ട് ചെയ്യാൻ എടുക്കാം. ബ്രെഡിൻ്റെ സൈഡ്സ് ഒന്നും നമുക്ക് വേണ്ട കേട്ടോ. നിങ്ങൾ ട്രയാങ്കിൾ ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ബ്രെഡിൻ്റെ ഈ സൈഡ്സ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഞാനിപ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് സൈഡ്സ് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്, നല്ല ഷാർപ്പായിട്ടുള്ള ഒരു പാത്രം. ഇത് വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. കട്ടായി കിട്ടി. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമ്മുടെ എല്ലാ ബ്രെഡ് സ്ലൈസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് മാക്സിമം വേസ്റ്റ് പോവാത്ത രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രെഡ് പീസ് കൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഈ ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാനിതിപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കുകയാണ്. നമ്മുടെ ബ്രെഡെല്ലാം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇത് എത്ര പീസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മുടെ പാലിൻ്റെ തിക്നെസ് അനുസരിച്ച് നമുക്ക് 4, 5, 6 പീസൊക്കെ എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് തിക്കായിട്ട് പാലെടുത്തിട്ടുള്ളതുകൊണ്ടാണ് 4 പീസിൽ അവസാനിപ്പിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ പാലൊന്ന് ചൂട് മാറി വരണം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണമെങ്കിൽ തണുപ്പിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ആ ഒരു പാലിൽ തന്നെ ഇത് ഡിപ്പ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കാം നെയ്യിൽ, അല്ലെങ്കിൽ ബട്ടറിലായാലും മതി. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസ് ഓരോന്നായിട്ട് ഈ നെയ്യിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഒരു സൈഡ് ആയി വരുന്നുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത്രയും മതി കേട്ടോ. ഈ ഒരു കളർ ചേഞ്ച് വരുന്നില്ലേ, ഇത്രയും മതി. ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ച് ആയി പോകണ്ട. ഇതുപോലെ അടുത്ത സൈഡും ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഏത് പ്ലേറ്റിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ബ്രെഡ്. അപ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സും അതുപോലെ തന്നെ ബ്രെഡും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് വേറൊരു പാത്രത്തിലാണ്. ഇതാ ഈ ഒരു ബൗളിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ബൗളല്ല, കുറച്ച് വൈഡായിട്ടുള്ളൊരു പാത്രമാണ്. അതെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ചെറിയ ചൂടുണ്ട് കേട്ടോ, ഇതിലേക്ക് നമ്മൾ ഒന്ന് നെയ്യിൽ ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഇതുപോലെ ഡിപ്പ് ചെയ്യുമ്പോൾ പൊട്ടി പോവാതിരിക്കാനാണ് നമ്മൾ നെയ്യിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ബ്രെഡിലേക്ക് ആ പാല് മുഴുവൻ ആവണം. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് എത്ര എണ്ണം വെക്കണോ, അല്ലെങ്കിൽ ഗസ്റ്റിന് സെർവ് ചെയ്യാനോ ഒരെണ്ണം മാത്രം മതിയോ, കുറച്ച് ഈ ഒരു സിറപ്പ് എന്നല്ല പറയുക, പാല് കുറുക്കിയതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇതൊരു ബൗളിൽ മാത്രം ആക്കിയിട്ട്. ഇതിപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് പ്രസൻറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഒരു സ്പൂൺ ഉപയോഗിച്ച് മുകൾ ഭാഗത്തൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു സ്പൂണും ഫോർക്കും ഉപയോഗിച്ച് തന്നെ ഇതെടുത്ത് വീണ്ടും പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇതുപോലെ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ 4 പീസ് ബ്രെഡ് എടുത്തത് 4 പീസും ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മിൽക്കിൻ്റെ മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കൂട്ടെ കഴിക്കാൻ വേണ്ടിയിട്ടാണിത്. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്സ് ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം കേട്ടോ. ആൽമണ്ട്സ് ഇപ്പോൾ കുക്കായ ആൽമണ്ട്സ് ആണല്ലോ ഇതിലുള്ളത്. ഇനി കുക്ക് ചെയ്യാത്ത നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്സ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മുടെ കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, കാഷ്യൂ നട്ട്സും അവിടെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് അഭിപ്രായമൊക്കെ പറയുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.